നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 2025 പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. ഓരോ രാശിക്കൂറുകാരുടെയും വിശദമായിട്ടുള്ള ഇനങ്ങൾ തിരിച്ചുള്ള നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു. അതിന്റെ തുടർച്ചയായിട്ട് പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഓരോ നക്ഷത്രക്കാരും അറിയേണ്ട പുതുവർഷത്തിലെ ഫലങ്ങളും ദോഷപരിഹാരങ്ങളും ഒക്കെ പ്രതിപാദിച്ചു വരികയാണ്. അശ്വതി മുതൽ മൂലം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് പുരാണ നക്ഷത്രക്കാരുടെ 2025 എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു പോകാം. പുരാണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. താൽക്കാലിക ജോലിയിലൊക്കെ പ്രവേശിച്ചിരുന്നവർ അതൊക്കെ സ്ഥിര നിയമനത്തിലേക്ക് ഉള്ള സാഹചര്യമുണ്ട്. ഉന്നതസ്ഥാനീയരുമായിട്ട് മികച്ച ബന്ധം പുലർത്താൻ പുരാണ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ സാധിക്കുന്നതാണ്. മേലധികാരികളുടെയൊക്കെ പ്രീതി സമ്പാദിക്കുന്നതാണ്. യാത്രകൾ വഴി നേട്ടമുണ്ടാകുന്നതുമാണ്. ആരോഗ്യകരമായി നിലനിന്നിരുന്ന വിഷമതകളൊക്കെ ശമിക്കുന്നതാണ്. കുടുംബാംഗങ്ങളോടൊത്ത് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വിദേശത്തുള്ളവർക്കൊക്കെ അവധിക്ക് നാട്ടിൽ തിരിച്ചെത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ട്. പൈതൃക സ്വത്തുക്കളൊക്കെ അനുഭവത്തിൽ വരാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. സുഹൃത്തുക്കളുമായി സമാഗമം ഉണ്ടാകുന്നതിനും സാഹചര്യമുണ്ട്. വീട് നവീകരണത്തിന് പണം ചിലവിടേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. പണമിടപാടുകളിലൊക്കെ നല്ല കൃത്യത പുലർത്താൻ പുരാണ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. പുരാണ നക്ഷത്രക്കാർ ശുക്രദശയിലാണ് ജനിക്കുക. ശുക്രദശ ആകെ 20 വർഷമാണ്. ഏകദേശം 10 വർഷക്കാലം ശുക്രദശ ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടാം. അതിനുശേഷം 6 വർഷം ആദിത്യദശയാണ്. ഏകദേശം 16 വയസ്സ് വരെ ആദിത്യദശകാലം ഉണ്ടായെന്ന് കണക്ക് കൂട്ടാം. അതിനുശേഷം 10 വർഷക്കാലം ചന്ദ്രദശയാണ്. അതായത് ഏകദേശം 26 വയസ്സ് വരെ. ആ ദശാകാലം ചന്ദ്രദശകാലം അത്ര അനുകൂലമല്ല. ചന്ദ്രദശകാലം ഉള്ളവർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക. അതിനുശേഷം 7 വർഷക്കാലം ചൊവ്വാദശയാണ്. അതായത് 33 വയസ്സ് വരെ എന്ന് പറയാം. ഇക്കാലത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അതിനുശേഷം 18 വർഷക്കാലം രാഹുർദശയാണ്. ഏകദേശം 51 വയസ്സ് വരെ രാഹുർദശ ഉണ്ടാകും. രാഹുർദശകാലം ഗുണദോഷ സമ്മിശ്രമാണ്. ഈ കാലത്ത് സർപ്പക്ഷേത്രങ്ങളിൽ നിത്യം ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക. അതിനുശേഷം 16 വർഷക്കാലം വ്യാഴദശയാണ്. വ്യാഴദശ പുരാണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല ദശാകാലമാണ്. പുരാണ നക്ഷത്രക്കാർ 2025 ദോഷശമനത്തിനായി മഹാവിഷ്ണു പ്രീതിയാണ് വരുത്തേണ്ടത്. വിഷ്ണു ക്ഷേത്രങ്ങളിൽ അഥവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ മറ്റും നിത്യം ദർശനം നടത്തുക, അർച്ചന, കൂവളമാല, തൃക്കൈവെണ്ണ തുടങ്ങിയ വഴിപാടുകളെ ചെയ്യുക. എല്ലാ പുരാണ നക്ഷത്രക്കാർക്കും നല്ലൊരു വർഷമാകട്ടെ 2025 എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റു നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.